സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്. അങ്കമാലി നഗരസഭ താലൂക്ക് ആസ്പത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ലോക പുകയില രഹിത ദിനാചരണത്തിന്റെയും ഡെന്റൽ വിഭാഗത്തിന്റെ കീഴിൽ പുതുതായി ആരംഭിച്ച പുകയില നിർമ്മാർജ്ജന ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. അതുകൊണ്ടാണ് പല പുള്ളിയുടെ അവിടെ സംഭവിച്ച കാഴ്ചയാണ്. ആണെന്ന് പറഞ്ഞിട്ട് അവരെ കുടുംബം പുറത്തുനിന്ന് പലപ്പോഴും സ്ത്രീകൾ പിന്നെ അതിന് കൂടാതെ നാട്ടിലേക്കും ചെല്ലുമ്പോൾ ആ ഒരു ദിവസം അറിയാവുകയാണ്. ഇത് ഈ രാജ്യത്ത് മുഴുവൻ വ്യാപിച്ച ഒരു സമയമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം പുള്ളികളെയും പുള്ളികളെ ഉൽപ്പന്നങ്ങളൊക്കെ നിർത്തിക്കുവാൻ സമയമാക്കിയിട്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പുകയിലെ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സിഗരറ്റിന്റെ പരസ്യം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ പോലും അംഗീകൃത വ്യാപാരം തന്നെയാണ്. വിൽക്കുമ്പോൾ പോലും അതിൽ പുകയില കൊണ്ടുണ്ടാകുന്ന ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന മാരക രോഗങ്ങളെ കുറിച്ച് പരസ്യം കൊടുക്കുന്നതാണ്. സിഗരറ്റ് പാക്കറ്റുകളിൽ ക്യാൻസർ വന്ന് കവള് കുറഞ്ഞ രോഗികളുടെ പണം കൊടുക്കുന്നത് അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ ആരും ആ സിഗരറ്റ് കുടിക്കില്ല. പക്ഷെ അത് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ സിഗരറ്റ് വാങ്ങുകയാണ്. പരസ്യമായി പോകുമ്പോൾ ശിക്ഷാർഹമാക്കിയതിനു ശേഷം നമ്മൾ കോർട്ടിൽ നവലകളിൽ ആളുകൾ വയ്ക്കുന്ന കാര്യമാണ്. നമുക്ക് പ്രസിദ്ധീകരിയ വലിയ അഭിമാനത്തോടെ തന്നെ പാക്കറ്റിൽ മറ്റുള്ളവർക്ക് ശരിയാവും. ഈ പുകയിലാണ്. അതുപോലെ ബാറിൽ, സിനിമാ തിയേറ്ററിൽ എല്ലാം പുകവലിക്കുന്നവരെ ഊതിവിടലായിരുന്നു. അതെല്ലാം നിരോധിച്ചതിന് ശേഷം അത് ആളുകൾ നിർത്തി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ക്ലിനിക്ക് പ്രവർത്തിക്കുമെന്ന് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ഡോക്ടർ റെനി അറിയിച്ചു. വിവിധ തരത്തിൽ പുകയില ഉപയോഗത്തിന് അടിമപ്പെട്ടു പോയവരെ അതിൽ നിന്നും മുക്തമാക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നവീന ചികിത്സാ രീതികൾ ഈ ക്ലിനിക്കിൽ ലഭ്യമാണ്. പുകയില ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ചും മുക്തി നേടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് അഡോളൻസ് ഫ്രണ്ട്ലി ഹെൽത്ത് കൗൺസിലർ ദേവിക സുന്ദറിന്റെ നേതൃത്വത്തിൽ നടത്തി. പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്പനേരം വെക്കും. അപ്പൊ അതിൽ നിന്ന് വലിച്ചു എന്നുള്ള ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ നിക്കോട്ടിന്റെ അളവ് ബ്ലഡിൽ വളരെ കുറവാണ്. അങ്ങനെ 10% അത് ടേപ്പറിലേക്ക് കൊണ്ടുവരിക. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉപയോഗത്താലുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി ആത്മാർത്ഥമായി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ, ടി.വൈ. ഏലിയാസ്, ജാൻസി അരീക്കൽ, റോസ്ലി തോമസ്, DPC മെമ്പർ റീത്ത പോൾ, കൗൺസിലർമാരായ ലിസി പോളി ടീച്ചർ, സന്ദീപ് ശങ്കർ, സരിത അനിൽകുമാർ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ MV സാബു, PRO സണ്ണി VV, കില റിസോഴ്സ് പേഴ്സൺ P ശശി എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.